I'm Joel. I've come from AMIT, St. Aloysius Institute of Management and IT. And we have all come here to spread the emotion of joy, unity and love here at Snehalia. Now, one beautiful experience that we all had is actually interacting with each and every one of the residents here, be it the men, the women, and all the other staffs that were here. Everybody was so cooperative. The experience was amazing and we had all a great time. Thank you. ನನ್ನ ಹೆಸರು ಮನೋಜ್ ಅಂತ. ನಾನು ಇಲ್ಲೇ ಸೆಂಟ್ ಅಲೋಷಿಯಸ್ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಆಫ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಆ್ಯಂಡ್ ಟೆಕ್ನಾಲಜಿಯಲ್ಲಿ MBA ಮಾಡ್ತಿದ್ದೀನಿ. ಸೊ ನಂಗೆ ಇಲ್ಲಿ ಬಂದು 2 hours ನಾನು ಒಂದು ಲೈಫ್ ಲೆಸನ್ ಅಂತಲೇ ಹೇಳ್ಬೋದು. ಸೊ ನಾವೆಲ್ಲರೂ 2 ಸಲ ಚಿಕ್ಕವರಾಗ್ತೀವಿ. ಒಂದು ನಾವು ಹುಟ್ಟಿದಾಗ, ಇನ್ನೊಂದು ನಾವು ಏಜ್ ಆಗುವಾಗ. ಸೊ ಹುಟ್ಟಿದಾಗ ನಮ್ಮ ಪೇರೆಂಟ್ಸ್ ನಮ್ಮನ್ನು ಚೆನ್ನಾಗಿ ನೋಡ್ಕೊತಾರೆ, ಬಟ್ ನಾವ್ಯಾಕೆ ಅವ್ರ ಏಜ್ ಆದಾಗ ಬಿಡಬೇಕು ಅವ್ರನ್ನ, ಅದೊಂದು ನಾನು ಕಲಿತೆ. ಇದೊಂದು ಥರ ಲೈಫ್ ಲೆಸನ್ ಅಂತಲೇ ಹೇಳ್ಬೋದು. ಬಟ್ ಒಬ್ಬ ಮಕ್ಕಳು ಅವ್ರ ಪೇರೆಂಟ್ಸ್ಗೆ ಮಾಡಬೇಕಾಗಿರೋ ಕೆಲಸನ ಸ್ನೇಹಾಲಯ ಮಾಡ್ತಿದೆ ಇಲ್ಲಿ. ಸೊ ಫಾರ್ ದ್ಯಾಟ್ hats off to Snehalaya for taking care of homeless people. I mean, I have no words to say, just hats off. Thank you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എഡ്വിൻ ഷാജു. ഞാൻ സെയിൻറ്റ് അലോഷ്യസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി മാംഗ്ലൂർ 2ാം വർഷ MBA വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നും ഒരു ഇനിഷ്യേറ്റ് ആയിട്ടാണ് ഞങ്ങൾ സ്നേഹാലയിൽ വന്നിട്ടുള്ളത്. ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ. സാധാരണ എല്ലാ വർഷത്തെയും പോലെ ക്രിസ്മസ് നമ്മൾ നമ്മുടെ വീട്ടുകാരോടൊപ്പം, അതുപോലെ തന്നെ കോളേജിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പൈസകളെല്ലാം പിരിവിട്ട് ആഘോഷങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പേ. ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു വേറിട്ട ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾക്ക് ഇവിടെ മംഗലാപുരത്ത് വന്നിട്ട് ചെയ്യുവാൻ സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഏറ്റവും നന്ദി പറയാനുള്ളത് ബ്രദർ ജോസഫ് ക്രാസ്റ്റിയോടാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്ന അപൂർവം ചിലർക്ക് മാത്രമേ ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ള ഒരു ബൈബിൾ വചനം നെഞ്ചിലേറ്റിക്കൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരം വലിയ സംരംഭം, ഇത്തരം വലിയ നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവർക്കും, സംരംഭമല്ല ഈ ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവർക്കും ഭാവിയിൽ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി.